അപ്സ്റ്റോക്സിൽ ലോങ് ടേമിലേക്ക് എങ്ങനെ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റും കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മേക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ലിങ്കും മുകളിൽ ഐ ബട്ടണിലും കാണാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല ലഭിക്കുന്നത്. കാരണം അപ്സ്റ്റോക്സിൻ്റെ ആപ്പിന് രണ്ട് ഇൻ്റർഫേസാണുള്ളത്. ഈ രണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്സ്റ്റോക്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻ്റർഫേസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരിക, ഈ ഇൻ്റർഫേസ് അല്ല എങ്കിൽ എങ്ങനെയാണ് ആദ്യം ഇതിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടതുഭാഗത്ത് മുകളിലായിട്ട് നമുക്കൊരു ആളിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്, പ്രൊഫൈൽ പിക്ചർ അല്ലേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് ഈ ഒരു ടോഗ്ലിംഗ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അപ്പോൾ അപ്സ്റ്റോക്സ് ഫോർ ട്രേഡേഴ്സിലോട്ട് മാറണമെങ്കിൽ നമ്മൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓപ്ഷൻ വരും. അപ്പോൾ സ്വിച്ച് ടു അപ്സ്റ്റോക്സ് പ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെങ്കിൽ ഈ താഴെ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കുന്ന ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ടോഗിൾ ചെയ്തിട്ട് അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. എന്നിട്ട് സ്വിച്ച് ടു അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിൽ വരും. ഇത് അപ്സ്റ്റോക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻ്റർഫേസാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പോർട്ട്ഫോളിയോ കാണാൻ സാധിക്കും. ഞാനൊരു 3 മാസം മുമ്പ് ഒരു 195 രൂപ വെറുതെ ഇട്ടതാണ്. അപ്പോൾ ഏതാണ്ട് 100% കറക്റ്റായിട്ട് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പം 195 രൂപ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇപ്പോൾ 391 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ 3 മാസം കൊണ്ട് 100% റിട്ടേൺ ഒക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് MRPL എന്ന് പറയുന്ന സ്റ്റോക്കും സുസ്ലോൺ എന്ന് പറയുന്ന സ്റ്റോക്കും. ഇപ്പോൾ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് 100.43% റിട്ടേൺ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം പേജ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഈ സ്റ്റോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഹോമിൻ്റെ അപ്പുറമുള്ള സ്റ്റോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം നമ്മുടെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കിടക്കുന്ന സ്റ്റോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസും മറ്റു പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവർ തന്നെ കുറേയധികം സ്റ്റോക്സ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെർച്ചിൻ്റെ ഓപ്ഷനുണ്ട്. ഈ കണ്ണാടിയുടെ ലെൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട് വലതുഭാഗത്തായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്സ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക്, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്സാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ FED എന്ന് അടിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 141 രൂപ 80 പൈസയാണ്. അപ്പം ഇത് നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചാർട്ട് മൊത്തത്തിൽ നോക്കുക. ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, ഓൾ ടൈമിൽ 1 ഇയറിൽ എങ്ങനെയാണ്, 5 ഇയറിൽ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മറ്റു പല കാര്യങ്ങളും നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡിവിഡൻഡ് എങ്ങനെയാണ്, ഇക്വിറ്റി റിട്ടേൺസ് എങ്ങനെയാണ്, അതിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബൈ ആണെങ്കിൽ ബൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐദർ അമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം കൊടുക്കാം, ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ള കാര്യം കൊടുക്കാം. ഇപ്പോൾ അമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ 1 എന്ന് ഈ ക്വാണ്ടിറ്റിയിൽ പോയിട്ട് 1 എന്ന് പറഞ്ഞ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 141 രൂപ 80 പൈസയാണ്. ഇതിൻ്റെ ചാർജസ്, എസ്റ്റിമേറ്റഡ് ചാർജസ് DP ചാർജസ് ആണ് കാണിക്കുന്നത്. അത് 0.02 ആണ്. അപ്പോൾ അതിന് ശേഷം എന്താണ് മാർക്കറ്റ് ഓർഡർ ആണോ, ലിമിറ്റ് പ്രൈസ് ആണോ, SIP ആണോ എന്നുള്ള 3 ഓപ്ഷൻസാണുള്ളത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പം ഇപ്പോൾ നിലവിൽ എന്ത് പ്രൈസിലാണോ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടെ തന്നെ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകും. ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 141 രൂപ 80 പൈസയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് 135 രൂപ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അപ്പോൾ ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാം. ഇനി SIP ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട്
എല്ലാ മാസവും ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഏതായാലും മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകണം, ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകണം, ഒരു സ്റ്റോക്ക് മാത്രമായതുകൊണ്ട്. അതിനുശേഷം ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല എങ്കിൽ ഫണ്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ഇല്ല എങ്കിൽ ഇങ്ങനെയും ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സംബന്ധിച്ചിടത്തോളം എനിക്ക് 88 രൂപ 50 പൈസ മൈനസിൽ കിടക്കുവാണ്. ഞാൻ ഓൾറെഡി ഈ അപ്സ്റ്റോക്സിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പൈസയും കൂടി കൂട്ടി 251 രൂപ ഞാൻ ആഡ് ചെയ്തെങ്കിൽ ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എത്ര രൂപ വേണം നമുക്ക് ആഡ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്പിൽ. 5000, 2500, 1000 എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ആഡിന് ശേഷം പേ വയ UPI കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് UPI ആപ്പ് വഴി പേ ചെയ്യാവുന്നതാണ്. പേ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത് 26 ജനുവരിയാണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. മാർക്കറ്റ് റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്ലേസ് ആകും. അല്ലാത്ത സമയം ഇത് AMA ആണ്, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അപ്പം അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് സ്റ്റോക്സ് പർച്ചേസ് ചെയ്ത് വിൽക്കുക. ഇത് വൺ ഡേ കൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഈ ഒരു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ കയറുകയും കുറയുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലും വ്യത്യാസം വരുന്നതാണ്. ഇനി അപ്സ്റ്റോക്സിൽ വേറെ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് വാട്സാപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ട്രേഡേഴ്സിൻ്റെ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.